എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ ഹോണ്ടയുടെ CB350 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓടിച്ച് നോക്കി നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ കൂട്ടർ ഈ ഒരു വണ്ടിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഹോണ്ടയുടെ ഒരു റെട്രോ ക്ലാസിക് സ്റ്റൈലിൽ ഇറക്കിയ ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു CB350 എന്ന് പറയുന്നത്. നമ്മുടെ ഹൈനസ് നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ സെയിം എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നതെങ്കിലും പൂർണ്ണമായിട്ടും ഡിസൈനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഹോണ്ട നമുക്ക് ഏറ്റവും പുതുതായിട്ട് ഇറക്കിയ ഒരു മോഡലൂടെയാണ് ഈ CB350 എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു കോൺട്രവേഴ്സി വന്നത് ഈ ഒരു വണ്ടി കാണാൻ നമ്മുടെ ക്ലാസിക് 350യുടെ അതേ ഒരു ലുക്കും സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഒരു പറച്ചിൽ പറയുന്നത്. എന്നാൽ ഇത് അടുത്ത് വന്ന് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാൻ തോന്നും. കാരണം ഒരു റെട്രോ ക്ലാസിക് സ്റ്റൈലിൻ്റെ ആ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ടുള്ള എലമെൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിയിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു എലമെൻറ്റ്സ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വണ്ടിയും ക്ലാസിക്കും തമ്മിൽ ഒരു സാമ്യവും കാര്യങ്ങളെല്ലാം തോന്നുന്നത്. അതും കുറച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു സാമ്യവും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. കുറച്ചുകൂടെ അടുത്ത് വന്ന് നിങ്ങൾ ഈ വണ്ടിയെ പരിചയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസിക്കുമായിട്ടുള്ള ഒരു ബന്ധവും ഈ ഒരു വണ്ടിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു മോഡൽ നമുക്ക് വരുന്നത് രണ്ട് വേരിയൻറ്റിലാണ് വരുന്നത്. രണ്ട് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതൊരു DLX വേരിയൻറ്റ്, അതുകൂടാതെ വരുന്നത് DLX Pro എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഹൈനസിൻ്റെ ആ സെയിം എഞ്ചിനാണെന്ന് പറയുന്നു. ആ ഒരു സെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 20 bhp പവർ അറ്റ് 5500 RPM വരും. അതുപോലെ തന്നെ നമുക്ക് 29 Nm ടോർക്ക് അറ്റ് 3300 RPM-ലാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ മോഡലും ഈ ഒരു DLX-ഉം DLX Pro-യും തമ്മിലുള്ള വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് DLX Pro-യിൽ നമുക്ക് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടി ഒരു വോയിസ് കൺട്രോൾ സിസ്റ്റം നമുക്ക് ഈ ഒരു വണ്ടിയുടെ കൂടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു വോയിസ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചസും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഈ ഒരു DLX Pro-യിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു DLX-ലോട്ട് വന്നപ്പോൾ ആ ഒരു സ്വിച്ചിൻ്റെ ഭാഗമെല്ലാം എംറ്റി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. വിലയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2,73,000 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരാം. ഇതിൻ്റെ DLX Pro-യ്ക്ക് വരുന്നൊരു വില എന്ന് പറഞ്ഞാൽ 2,76,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൂടാതെ ഈ ഒരു മോഡൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിനുള്ള സെപ്പറേറ്റ് കിറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിക്കുക, അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് വരുന്നതാണ്. നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു വിൻഷീൽഡ് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഒരു ഹാൻഡിൽ ഗാർഡ് വെക്കാവുന്നതാണ്. ബാക്കിൽ ചാരി ഇരിക്കാവുന്ന പോലെ ഒരു റെസ്റ്റും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു അഡീഷണൽ ക്യാരിയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു കിറ്റിനകത്ത് നമുക്ക് വരുന്നത്. അത് അഡീഷണൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കിയുള്ള ഡിസൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇത് ക്ലാസിക്കുമായിട്ടുള്ള ഒരു ചെറിയൊരു താരതമ്യം ഈ ഒരു വണ്ടിക്ക് വരുന്ന ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് മൽഗാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ തീമിലാണ് വരുന്നത്. പിന്നെ ആ DLX Pro ആയിട്ട് വരുന്ന വ്യത്യാസം കുറച്ചുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ DLX വേരിയൻറ്റിൽ എല്ലാ കളറിലും നമുക്ക് ഇതിൻ്റെ മൽഗാർഡ് വരുന്നത് ബ്ലാക്കിലാണ്. ബാക്കിലെ മൽഗാർഡായാലും ബ്ലാക്ക് കളറിലായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് സീറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാലും DLX Pro-യിൽ നമുക്ക് വരുന്നത് ബ്രൗൺ കളർ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ DLX-ൽ നമുക്ക് ബ്ലാക്ക് കളർ സീറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് ആ ഒരു കളർ. പിന്നെ ഇതിൻ്റെ കളർ വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. അപ്പം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൽഗാർഡാണ് അത്യാവശ്യം, ഇത് ഫുള്ള് മെറ്റലാണ് വരുന്നത്. ഫൈബറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് ഹൈനസുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈനസിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഒരുപാട് പേര് പറഞ്ഞത് ഈ ഒരു മൽഗാർഡ് തന്നെയാണ്. ചെറിയൊരു മൽഗാർഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ റണ്ണിങ്ങിൽ, അതായത് നല്ല ഹെവി മഴയൊക്കെ ഉള്ള സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെളി നല്ലപോലെ നമ്മുടെ കാലിലൊക്കെ അടിച്ചു കയറുന്ന ഒരു കംപ്ലൈൻറ്റ് ഹൈനസ് എടുത്ത കസ്റ്റമേഴ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡലിലോട്ട് വന്നപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാം വലിയൊരു മൽഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. മൽഗാർഡ് ബാക്കിൽ ഇത്ര ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ ചെളിയോ കാര്യങ്ങളോ ഒന്നും അടിച്ച് നമ്മുടെ റൈഡറിൻ്റെ കാലിലോ ഡ്രസ്സിലോ ഒന്നും ആകുന്ന ആ ഒരു കംപ്ലൈൻറ്റ് ഒഴിവായിട്ടുണ്ട്. നേരത്തെ ഹൈനസ് എടുത്തവർ ഒരു എക്സ്ട്രാ നമ്മുടെ എഞ്ചിനടിയിൽ ഒരു ഫ്ലാപ്പ് മേടിച്ച് സെറ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. ഇതിൽ അതിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ക്ലാസിക്കുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കമ്പാരിസൺ എല്ലാവരും ചെയ്യുന്നത് ഇതിൻ്റെ ഷോക്കാണ്. ഫ്രണ്ടിലെ ഷോക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ളത് ടെലിസ്കോപ്പിക് ഷോക്ക് തന്നെയാണ്. ഇതും ടെലിസ്കോപ്പിക്കാണ്. എന്നാൽ ഇതിൻ്റെ സ്റ്റൈലിങ്ങിന് വ്യത്യാസം വരുന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ കോട്ടിങ്ങോട് കൂടിയ ഒരു വലിയ പൈപ്പ് ഇവിടെ കവർ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലുക്ക് നമ്മുടെ ക്ലാസിക്, അതായത് ബുള്ളറ്റ് അല്ല ക്ലാസിക് 350 വരുന്നുണ്ട്. അപ്പം ബുള്ളറ്റുമായിട്ട് കമ്പാരിസൺ ചെയ്താലും ആ ഒരു സെയിം തന്നെയാണ് ഇതിൻ്റെ ഒരു ഷോക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇത് പൂർണ്ണമായിട്ട് നമുക്ക്
LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് സെക്ഷനോടുകൂടി റൗണ്ട് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റോട് വന്നപ്പോഴാണ് കുറച്ചുകൂടെ ഫ്രണ്ട് ഭാഗം ആ ഒരു ബുള്ളറ്റുമായിട്ടുള്ളൊരു കമ്പാരിസൺ വന്നത്. അപ്പം അതുപോലെ തന്നെ ബുള്ളറ്റിൽ നമുക്ക് ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിലവിൽ. ഇപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൽ ഫുള്ളി LED ആയിട്ടൊരു സിസ്റ്റമാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതിൻ്റെ താക്കോൽ ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ 2 ഇൻഡിക്കേറ്റേഴ്സും ഇതിലും DRL വരുന്നുണ്ട്, നമുക്ക് ഇതിലും DRL വരുന്നുണ്ട്, ഈ ഇൻഡിക്കേറ്ററിൽ DRL വരുന്നുണ്ട്. അപ്പം ആ 2 ഇൻഡിക്കേറ്ററും നമുക്കൊരു ഹസാർഡ് ലൈറ്റ് പോലെ തന്നെ കത്തി കിടക്കുന്നതാണ്. പക്ഷേ ഇത് ഹസാർഡ് അല്ല, ഇത് വരുന്നത് DRL ആണ് വരുന്നത്. നമുക്ക് ഇതിൽ ഹസാർഡും വരുന്നുണ്ട്. ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഹസാർഡ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഇത് നമ്മുടെ ഹസാർഡാന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ വരുന്നത് ഇതിൻ്റെ DRL ആണ്. ഈ DRLും ഇൻഡിക്കേറ്റർ ബൾബും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരേ സെയിം ബൾബല്ല വരുന്നത്. അത് എല്ലാം ഫുള്ളി LED ആണ്. ബാക്കിൽ നമുക്ക് പക്ഷേ ഈ ഒരു DRL വരുന്നില്ല, ഫ്രണ്ടിൽ മാത്രമാണ് DRL വരുന്നത്. ഇതിലും ചെറിയൊരു പോരായ്മയുണ്ട്. പോരായ്മ എന്താണെന്ന് വെച്ചാൽ അത് എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് പോരായ്മയായിട്ട് ഫീൽ ചെയ്തു. ജസ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാനിപ്പോൾ റൈറ്റ് സൈഡിലൂടെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ലെഫ്റ്റ് സൈഡിൽ DRL ഓണായി തന്നെ കിടക്കും. അപ്പം ഒരു പക്ഷേ ഫ്രണ്ടിൽ നിന്ന് വരുന്നതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ DRL കത്തി കിടക്കുന്ന പോലെ ഒരു ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്തും ഈ DRL കത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഈ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് മാത്രമേ ഇതൊന്ന് ഓഫ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു ഇത് ഫീൽ കിട്ടിയേനെ. ഇതിലിപ്പം നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ, അതായത് ഹസാർഡ് ലൈറ്റ് ഇടുന്ന ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതും കത്തി കിടക്കുന്നത് എനിക്കത്ര അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു. അത് നമ്മുടെ താല്പര്യമല്ലല്ലോ ഹോണ്ട നോക്കുന്നത്, അവരുടേതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം പറഞ്ഞ പോലെ ഫുൾ LED ആണ്, ബാക്കിലും LED തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിലൂടെ നോക്കുവാണെങ്കിൽ ഈ വണ്ടിക്കും 2 ഹോണാണ് വരുന്നത്. ഡ്യുവൽ ഹോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോണും കാര്യങ്ങളൊക്കെയാണ്. ഡ്യുവൽ ഹോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. അതിൽ നമുക്ക് ഇതൊരു പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ക്രോമിൻ്റെ എലമെൻറ്റ് പലയിടത്തും ഹോണ്ട കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹോണിൻ്റെ കവറിങ് വരുന്നത് ആ ഒരു ക്രോം ഫിനിഷിൽ തന്നെയാണ്. പക്ഷേ ഇത് മെറ്റൽ അല്ല വരുന്നത്, പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, വിത്ത് ഡ്യുവൽ ചാനൽ ABSും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതുകൊണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും സീനോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല പഞ്ചായിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ സ്റ്റൈലിഷിംഗ് ആയിട്ടുള്ളൊരു അലോയ് വീലും വണ്ടിയുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ ട്യൂബ്ലെസ് ടയറും കാര്യങ്ങളൊക്കെയാണ്, MRF ടയറും കാര്യങ്ങളൊക്കെയാണ് സ്റ്റോക്കായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് വശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടാങ്ക് നമുക്ക് വരുന്നത് ഏകദേശം 15.2 ലിറ്റർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത് ഏകദേശം 35-40 കിലോമീറ്റർ അടുപ്പിച്ചാണ് നമുക്ക് ഈ ഒരു 350cc കാറ്റഗറിയിൽ പെടുന്ന ഈ ഒരു CB350യുടെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു 15.2 ലിറ്റർ ഒരു ബിഗർ ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് റോയൽ എൻഫീൽഡ് ബൈക്കുമായിട്ട് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബിഗറാണ്. പിന്നെ റോയൽ എൻഫീൽഡ് ടാങ്ക് കുറച്ച് ഒതുങ്ങിയ ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്ക് അത്യാവശ്യം വലുപ്പമുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെയാണ്, കുറച്ചുകൂടി ഒരു ബൾക്കിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഈ ടാങ്കിലായിട്ട് ഹോണ്ട എന്ന് എഴുതിയ ഒരു 3D ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ടാങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്ക് പാഡ് കൊടുത്തിരിക്കുന്നു. കമ്പാരിസറി നമുക്ക് ക്ലാസിക്കലും ആ ഒരു സെയിം ടാങ്ക് പാഡ് കിട്ടുന്നുണ്ട്. ഇതിന് വണ്ടിലും ഈ ഒരു ടാങ്ക് കുറച്ചുകൂടെ ബിഗർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറി ഇരുന്ന് കാലൊക്കെ ടാങ്കിൽ ഹഗ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ടാങ്കിൻ്റെ ഈ സൈഡിലെ പെയിൻറ്റ് പോകാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. ഇതും ഹോണ്ട നൈസായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അതൊരു റബ്ബർ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രോമിൻ്റെ ഫിനിഷിങ് പലയിടത്തും വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ടാങ്കിന് താഴെ വരുന്ന ഈ ഒരു പീസിലും ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ജസ്റ്റ് ആക്സിലേറ്റർ ത്രോട്ടിലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ സൈഡിൽ വരുന്നത്. ആ ഒരു സിസ്റ്റം ഫുള്ള് കവർ ചെയ്ത് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എഞ്ചിനലായിട്ട് നമുക്ക് ഹോണ്ട എന്ന് എഴുതിയ ആ ഒരു 3D എംബ്ലം കാണാം. അതും ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് കൊണ്ടുവന്ന് വളരെ നൈസ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു വലിയൊരു എക്സോസ്റ്റാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു സിൽവർ കോട്ടിംഗ് കൂടി വരുന്ന ഒരു സൈലൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു സ്റ്റൈൽ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഞ്ചായിട്ടുള്ള നല്ല ആ ഒരു റോയൽ എൻഫീൽഡിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള കുടുകുടു സൗണ്ടൊക്കെ ഉള്ള ആ ഒരു അടിപൊളി സൈലൻസറാണ് കൊടുത്തിരിക്കുന്നത്. കാണാനും വളരെ പ്രീമിയം ഫിനിഷ് ഹോണ്ട ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 സൈലൻസർ പ്രൊട്ടക്ടർ ഈ സൈഡിലായിട്ട് സിൽവറിന് ആ സെയിം കോട്ടിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ഈ ഒരു ഫ്രണ്ടിലായിട്ടും
സൈലൻസറിൻ്റെ പ്രൊട്ടക്ടറും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഈ ഒരു വണ്ടിക്ക് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിലെ ബ്രേക്കിൻ്റെ ഡിസ്കിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വീണാൽ പൊട്ടിപ്പോകാതിരിക്കാനുള്ളൊരു രീതിയിലുള്ള ഒരു സേഫ്റ്റി കൂടി ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കാണാവുന്നതാണ്. പിന്നെ ബ്രേക്ക് പെഡൽ നോക്കിയാലും പ്രീമിയം വണ്ടിയാണെന്ന് പറഞ്ഞു. ആ പ്രീമിയം ഫീല് നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഷേപ്പോടെ കൂടിയ ഒരു ബ്രേക്ക് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഫുഡ് റെസ്റ്റ് ഫോൾഡബിൾ ആണ്. അതും ബാക്കിലിരിക്കുന്നവർക്കും ഫുഡ് റെസ്റ്റ് അലൂമിനിയത്തിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഗ്രിപ്പി ഫീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഫോൾഡബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു സൈഡാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ബുള്ളറ്റിൻ്റെ ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സൈഡും കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് CB350 എന്ന് എഴുതിയ 3D ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു റെട്രോ ക്ലാസിക് അല്ലെങ്കിൽ ക്ലാസിക് സ്റ്റൈൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കാണാനും വളരെ മനോഹരമാണ്. ഈ ഒരു വണ്ടിക്ക് ആ ഒരു ബാഡ്ജിങ് കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു റെട്രോ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ഡ്യുവൽ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നല്ല കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വലിപ്പമുള്ള സ്പ്രിംഗ് ലോഡറായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്കും കാര്യങ്ങളൊക്കെയാണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. അതിലും ക്രോമിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിനിഷിങ് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളും കാണാവുന്നതാണ്. അപ്പോൾ ഇത്ര എലമെൻ്റൊക്കെ കയറി വരുമ്പോഴാണ് ഈ ഒരു വണ്ടി മറ്റേ ക്ലാസിക്കുമായിട്ട് ഏകദേശ രൂപസാദൃശ്യം നമുക്ക് വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സീറ്റ് എന്ന് പറയുന്നതും സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു DLX മോഡലിൽ നമുക്ക് ബ്ലാക്ക് കളറിൽ സീറ്റാണ് ഞാൻ പറഞ്ഞു. അത്യാവശ്യം നല്ല കുഷനോട് കൂടിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ബാക്കിലും അത്യാവശ്യം കുഷനോട് കൂടിയ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബാക്കി ഞാനിത് ഓടിക്കുന്ന സമയത്ത് പുറകെ ഇരുന്ന വില്യൻ റൈഡർ പറഞ്ഞു അത്യാവശ്യം ഹാർഡാണ് ബാക്കി ഇരിക്കുന്നത് കാര്യം. ആ ഒരു ചെറിയൊരു ഇടിപ്പൊക്കെ നമുക്കിവിടെ അറിയാനും പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സീറ്റിംഗ് 800 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ റൈഡറിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ഫീല് കിട്ടുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നമുക്ക് വലിയ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് എത്ര ലോങ് വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള റോഡിൽ കൂടെ ഓടിച്ചു നോക്കി അത്യാവശ്യം കിടിലൻ സസ്പെൻഷനാണ്. വലിയ കട്ടറൊക്കെ ചാടി ഇറങ്ങിയിട്ട് വന്നിട്ട് പോലും ഇതിന് വലിയ ഫീലും കാര്യങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഈ ഷോക്കിൻ്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ലൊരു ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ട് ഡ്യുവൽ ഷോക്ക് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ടെയിൽ സെക്ഷനാണ്. ഈ ടെയിൽ സെക്ഷനും പ്രത്യേകതകളുണ്ട്. ഈ ഒരു ടെയിലും നമുക്ക് ആ ഒരു റോയൽ എൻഫീൽഡ് വണ്ടികളുടെ ആ ഒരു ഏകദേശം ഒന്നും പറയാൻ പറ്റില്ല, ഡിക്റ്റോ എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു സ്റ്റൈൽ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു ടെയിലൈറ്റ് മാത്രം നമുക്ക് LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഹൈനസിൽ വന്ന സെയിം മോഡലാണ്, അത് മാറ്റിയിട്ടില്ല. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ DRLO കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നോർമലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കാം. ആ ഒരു നോർമലായിട്ട് തന്നെയാണ് വരുന്നത്. LED ബൾബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ സൈഡിലായിട്ടും ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതും LED ആണ്. പൂർണ്ണമായിട്ടും ഒരു LED സെറ്റപ്പാണ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ആയാലും ടെയിലൈറ്റ് ആയാലും ഹെഡ്ലൈറ്റ് ആയാലും നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റ്, അതായത് നമ്മുടെ ഈ ഒരു നമ്പർ പ്ലേറ്റ് കാണാൻ വേണ്ടിയുള്ള ആ ഒരു ലൈറ്റ് പോലും നമുക്ക് LED തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. അടുത്തത് കൂടാതെ ഇതിൻ്റെ ബാക്കിലെ മൽഗാർഡ് നോക്കിക്കഴിഞ്ഞാലും നേരത്തെയുള്ള ഹൈനസ് എന്ന് പറയുന്നത് ചെറിയൊരു മൽഗാർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും ബാക്കിൽ നിന്ന് ചെളിയും കാര്യങ്ങളെല്ലാം തെറിക്കുന്ന കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ വളരെ വലുപ്പം കൂടിയൊരു മൽഗാർഡും കാര്യങ്ങളെല്ലാം പുറകിലും കൊടുത്തിട്ടുണ്ട്. അതും മെറ്റൽ കോയിറ്റിലാണ് വരുന്നത്. ഇനി എത്ര ചള്ളക്കൂടെ ചെളി കൂടെ പോയാലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ചള്ളയോ ചെളിയോ കാര്യങ്ങളൊന്നും അടിച്ച് നമ്മുടെ ദേഹത്ത് കയറില്ല. അപ്പോൾ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു ബാക്കിലെ മൽഗാർഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിലെ മൽഗാർഡും അത്യാവശ്യം സ്ട്രോങ്ങുമാണ്, കാണാൻ അത്യാവശ്യം ഒരു റെട്രോ ക്ലാസിക് ഫീൽ തരുന്നതുമാണ്. ഇതും നമ്മുടെ ആ ഒരു മറ്റേ വണ്ടിയായിട്ട് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശമൊക്കെ സെയിം തന്നെയാണ് ആ ഒരു ഡിസൈൻ്റെ എലമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു സാരി ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാഗേഴ്സ് ഒക്കെ ഇരിക്കുവാണെങ്കിൽ ചവിട്ടി ഇരിക്കാനുള്ള ഒരു ഫുഡ് ഡ്രസ്സ് വരുന്നുണ്ട്. അത് കൂടാതെ നൈസാണ് ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹെൽമെറ്റ് നമുക്ക് ലോക്ക് തരാൻ വേണ്ടി ഒരു ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സാധാരണ ബൈക്കുകളിലൊക്കെ ഈ ഒരു ലോക്ക് സിസ്റ്റം വരാത്തതാണ്. ഈ ഒരു മോഡലിൽ ആ ഒരു ലോക്ക് സിസ്റ്റം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയിൻ നോക്കിയാലും ഒരു ഹാഫ് കവേർഡ് ചെയിനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നോർമൽ തന്നെയാണ്, നൈസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലും ഫുഡ് ഡ്രസ്സ് ഞാൻ പറഞ്ഞ പോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് വരുന്നു. സൈഡ് സ്റ്റാൻഡിൽ ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ മീറ്ററിൽ കാണിച്ചിരുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഗിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഗിയറിൻ്റെ ഇത് നോക്കിയാലും ഒരു ക്ലാസിക് ശൈലിയുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള മോഡലെല്ലാം സിംഗിൾ പെഡലാണ് വരുന്നതെങ്കിൽ ഇതിൽ ആ ഒരു ബാക്ക് സൈഡായിട്ടുള്ള പെഡൽ നിലനിർത്തിയിട്ടുണ്ട്. അത്
ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെയുള്ള റബ്ബർ കുഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗിയർ മാറുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അത്ര ഹാർഡായിട്ടുള്ള ഒരു ഗിയറും കാര്യങ്ങളൊന്നുമല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ മീറ്ററും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ DLX Proയിൽ ഈ ഭാഗത്തായിട്ടാണ് ആ ഒരു വോയിസ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഡിമ്മിൻ്റെയും ബ്രൈറ്റിൻ്റെയും സ്വിച്ച് ഉണ്ട്. അത് തന്നെ ഈ അറ്റാച്ച് ചെയ്ത് പാസ് ലൈറ്റ് ഉണ്ട്. ഇവിടെ ഹോണുണ്ട്, ഇവിടെ ഹോണുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. സാധാരണ വണ്ടിയിൽ മേളിലായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും താഴെയായിട്ട് ഓണാണ് വരുന്നത്. അപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഈ ഒരു ഭാഗത്ത്. നോർമലി ഈ ഒരു വണ്ടി ഓടിക്കാത്തവരിൽ പുതുതായിട്ട് ഒരാൾ ഓടിക്കുകയാണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് സെൽഫിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ ഇത് തന്നെ കിൽ സ്വിച്ചും ആകുന്നുണ്ട്. പിന്നെ നമുക്ക് ഹസാർഡിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഒരു പ്രീമിയം ഫീല് ഈ ഒരു ഭാഗത്ത് നിരത്തിയിട്ടുണ്ട്. സിൽവർ കോട്ടിങ്ങോട് കൂടിയ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ സെൻറ്ററിലായിട്ട് ഹോണ്ട എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇഗ്നിഷൻ നോക്കിയാലും ആ ഒരു ഫ്രണ്ട് തന്നെയാണ് വരുന്നത്. കീ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു പ്രീമിയം കാറ്റഗറി പെടുന്ന വാഹനമായതുകൊണ്ട് പ്രീമിയം കീസും കാര്യങ്ങളൊക്കെയാണ്. ഹോണ്ടയുടെ ആ ഒരു ബാഡ്ജിങ് കാര്യമെല്ലാം 2 കീയിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഗ്നിഷൻ ഇട്ട് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു ഡ്യുവൽ മീറ്ററാണ്. ഡ്യുവൽ മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. നമുക്ക് അനലോഗായിട്ട് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന പോലെ ഉള്ള സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇതിലും ഒരു ക്രോം ഫിനിഷ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ DLX Proയിൽ വരുമ്പോൾ പറയാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെയും ഈ ഒരു മണ്ടവശം ക്രോം ഫിനിഷാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ഗ്രേ കളർ കോട്ടിങ്ങോട് കൂടിയ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മീറ്ററിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോണ്ടയുടെ ആയിട്ടുള്ള ടെക്നോളജി. അതുപോലെ തന്നെ ABS ഡ്യുവൽ ചാനൽ ABS ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ DLX Proയിലാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു കണക്ടിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഈ ഒരു മോഡൽ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. DLX മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഈ മീറ്ററിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കിട്ടുന്ന ഹോണ്ടയായിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഈ ഒരു മീറ്ററിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ കിലോമീറ്റർ അറിയാൻ പറ്റുന്നതാണ്, ട്രിപ്പ് A അറിയാം, ട്രിപ്പ് B അറിയാം. അതുപോലെ നമുക്ക് റിയൽ ടൈം മൈലേജ് അറിയാൻ പറ്റുന്നതാണ്, നമുക്ക് ആവറേജ് മൈലേജ് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ടു MT, നമ്മൾ അടിക്കുന്ന പെട്രോളിന് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള അതെല്ലാം അറിയാം. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള 2 സ്വിച്ചസ് നമ്മുടെ ഈ 2 സൈഡിലും കൊടുത്ത്, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുമ്പോഴാണ് വോയിസ് കൺട്രോളിലും ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് വോയിസ് കൺട്രോൾ വഴി നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് USB ചാർജറും കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈഡിലായിട്ടാണ് അതിൻ്റെ USB ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നത്. CO കാര്യങ്ങളൊന്നും നോർമൽ USB ആണ് അത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 2 വേരിയൻറ്റിലും സെയിം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിൽ ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ആ ഒരു സിൽവർ കോട്ടിങ്ങോട് കൂടി വരുന്ന മിറർ തന്നെയാണ്. ഈ മിറർ കാണാനും അത്യാവശ്യം പ്രീമിയം തന്നെയാണ് ഈ ഒരു മിറർ വന്നേക്കുന്നത്. നോർമൽ ഉള്ള ബ്ലാക്ക് കോട്ടിംഗ് അല്ല, അതിലും ഒരു സിൽവർ കോട്ടിങ് കൊണ്ടുവരാൻ വേണ്ടി ഹോണ്ട ശ്രമിച്ചിട്ടുണ്ട്. ഈ ലിവേഴ്സ് നോക്കിയാലും ഒരു സിൽവർ കളറുള്ള ഫിനിഷിങ്ങോട് പ്രീമിയം ക്വാളിറ്റി വരുന്ന ലിവേഴ്സ്, ക്ലച്ചിൻ്റെ ലിവറായാലും ബ്രേക്കിൻ്റെ ലിവറായാലും 2 ഒരേ കളറിലാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ത്രോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ 2 സൈഡിലായാലും അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. ആ ഒരു കൈ പിടിക്കുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ പ്രീമിയം ക്വാളിറ്റിയുമാണ്. അത്യാവശ്യം നമുക്ക് നല്ല യൂസ്ഫുള്ളുമാണ്. പിന്നെ ഡ്യുവൽ ത്രോട്ടിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൂടാതെ നമ്മുടെ ടാങ്ക് ഓപ്പൺ ആക്കുന്നത് ജസ്റ്റ് ഈ ഒരു ടൈപ്പിലാണ് ടാങ്കിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓപ്പൺ ചെയ്ത് കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഊരിയെടുത്തിട്ട് ഇത് മണ്ടയും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വണ്ടി E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന OBD2 വേരിയൻ്റൂടാണ്, 2024 മോഡലൂടാണ് നമ്മുടെ ഈ ഒരു CB 350 എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ CB 350 ഏറ്റവും പുതിയ മോഡൽ. അപ്പോൾ ജസ്റ്റ് നമുക്കിന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. ഇപ്പോൾ വണ്ടിക്ക് ഏകദേശം സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 170 നീളമുണ്ട്. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് പോലും എനിക്ക് 2 കാലും ഫ്ലാറ്റ് ഫുട്ടായിട്ട് തന്നെ നിലത്ത് കുത്തിരിക്കാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് എനിക്ക് ഒന്ന് എണ്ണിച്ച് വണ്ടിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് 2 കാലും നിലത്ത് കുത്തിയിട്ട്. അപ്പോൾ അത്രയും കുറഞ്ഞ സീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, ആർക്കും ഈസി ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലും കൂടെയാണ്. പിന്നെ ഈ വണ്ടിക്ക് വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 187 കിലോ ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റിൻ്റെ ഒരു കൺസിഡറേഷൻ കഴിച്ച് കഴിഞ്ഞാൽ ആർക്കും സിമ്പിളായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. നമുക്ക് ഹാൻഡിൽ ബാർ ഒരു ഷോർട്ട് ഹാൻഡിൽ ബാറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു സിൽവർ കളർ കോട്ടിങ്ങോട് കൂടി വരുന്ന ഒരു പ്രീമിയം ഫീലൊക്കെ തരുന്ന ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ്. അത് കുറച്ച് വളഞ്ഞിട്ട് ഉള്ള ഹാൻഡിൽ ബാറാണ്. കുറച്ച് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓവറായിട്ട് നമുക്ക് കുനിഞ്ഞിരിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വണ്ടിയിൽ ഇരുന്ന് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. എനിക്ക് ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നതും ഒരു സ്ട്രെയിറ്റ് തന്നെയാണ് വരുന്നത്. ബോഡി ഒത്തിരി സ്ട്രെച്ച് ചെയ്തിരിക്കേണ്ട ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കാം. അപ്പോൾ വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം.
അങ്ങനത്തെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടില്ല. യൂഷ്വലി ഇങ്ങനെ ഒരു മോഡലാണ്. ഈ ഒരു മോഡലിന്റെ സൗണ്ടും നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ബുള്ളറ്റ് ടൈപ്പ് സൗണ്ട് ഒക്കെ തന്നെയാണ്, വ്യത്യാസമുള്ള കാര്യമൊന്നുമില്ല. എന്നാൽ കുറച്ചുകൂടെ സ്വീറ്റ് ആണ് കേൾക്കാൻ. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഈ വണ്ടിക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ എഞ്ചിൻ കട്ട് ഓഫ് ആവുന്നതാണ്. ജസ്റ്റ് സ്റ്റാൻഡ് തട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ഇത് ഓടിച്ച് നോക്കുമ്പോൾ ഓർഡർ വണ്ടികൾ ഓടിച്ച് നോക്കുന്ന സമയത്തെല്ലാം കിട്ടുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതൊരു ബിഗ് കാറ്റഗറി പെടുന്ന വാഹനമാണ്. ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാ ഒരു ഹോണ്ടയുടെ വണ്ടിയെക്കാട്ടിൽ കൂടുതൽ പേയ്മെന്റും കൂടുതൽ ഒരു പ്രീമിയം ഫീലും അവരുടെ ആ ഒരു പാക്കേജിങ് എല്ലാം ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ബുള്ളറ്റ് പുതിയ ജെ സീരീസ് എഞ്ചിനൊക്കെ വെച്ചിട്ട് വന്ന ആ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വൈബ്രേഷൻ ഫ്രീ ആയിട്ടൊരു മോഡലാണ്. അപ്പം അതിന് ആ ഒരു വണ്ടി നിലവിലുള്ള സമയത്താണ് ഹോണ്ട ഈ ഒരു മോഡലും കൊണ്ട് വരുന്നത്. അതായത് എഞ്ചിൻ നമ്മുടെ ഹൈനസിനുള്ള സെയിം ആണെങ്കിൽ പോലും ഇതിൻ്റെ ലുക്ക് വൈസ് വരുന്നത് വളരെയധികം ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും പറയും നമ്മുടെ ബുള്ളറ്റുമായിട്ട് വളരെയധികം സാമ്യം ഈ ഒരു മോഡലിനുള്ളത്. സത്യമാണ്. എടുത്തു വെച്ച് കഴിഞ്ഞാൽ രണ്ട് വണ്ടിയും, അതായത് ബുള്ളറ്റ് ആയാലും റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് 350 ബുള്ളറ്റ് അല്ല ക്ലാസിക് 350 ആയാലും ഈ ഒരു മോഡലായാലും അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്ക് നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും ദൂരത്ത് നിന്നുള്ള കാഴ്ചയിൽ പറയാൻ പറ്റില്ല. സെയിം ടു സെയിം ആണെന്ന് പറയാൻ പറ്റും. എന്നാൽ അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. ഏറ്റവും ഒക്കെ വളരെ സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 20 bhp പവറാണ് ഈ ഒരു എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 29 Nm ടോർക്കോട് കൂടിയാണ് ഈ ഒരു വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടോർക്കി മിസ്റ്റർ എന്ന് പറയാം. കയറ്റമൊക്കെ വളരെ സിമ്പിളായിട്ട്, അതായത് ഒരു സ്ട്രെസ്സും ഇല്ലാതെ വലിഞ്ഞ് കയറി പോകുന്ന പോലൊരു ഫീലിംഗ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. ഇതൊരു ക്ലാസിക് റെട്രോ സ്റ്റൈലാണ് ഈ ഒരു വണ്ടിക്ക് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹോണ്ടയുടെ നേരത്തെ ഉള്ള വാഹനങ്ങളിൽ ഈ ക്ലാസിക് റെട്രോ സ്റ്റൈൽ ഈ സെയിം ഒരു സ്റ്റൈലിൽ വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഒരു അഡാപ്ഷൻ ആണെന്ന് പറയാം ഈ ഒരു മോഡലിലും ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഈ കയറ്റമൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു വണ്ടി വലിച്ചു കയറി പോകുന്നുണ്ട്. ഒരു സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ. പിന്നെ ബാക്കി കാര്യം നോക്കിയാൽ നമുക്ക് ഈ വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് DLX എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് മോഡൽ എന്ന് പറയുന്നത് DLX Pro എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അത് നമുക്ക് അതിൽ നമുക്ക് ഒരു വോയിസ് കൺട്രോൾ സിസ്റ്റം അടക്കം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്ത് വോയിസ് കൺട്രോൾ അങ്ങനെ വോയിസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് അതിൻ്റെ DLX Pro എന്ന് പറഞ്ഞ മോഡലിൽ വരുന്നത്. ഈ ഒരു DLX മോഡലിൽ ആ ഒരു കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കി ഏകദേശമൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കൂടുതൽ കസ്റ്റമൈസബിളുമാണ്. നമുക്ക് നേരത്തെ ഹൈനസ് നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമൈസബിൾ ആയിരുന്നു. ഈ ഒരു മോഡലിലും വന്നപ്പോൾ നമുക്ക് അതുപോലെ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വൈസർ വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കൊരു ബാക്ക് റെസ്റ്റ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഹാൻഡ് ഗാർഡും കാര്യങ്ങളെല്ലാം ഈ ഒരു മോഡലിലും ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഹോണ്ട ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് പ്രീമിയം കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഹോണ്ട ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ CB350യുടെ ഒരു റിവ്യൂ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് പത്തനംതിട്ട ബിഗ് വിങ് ആണ്. ഇപ്പോൾ മുത്തൂറ്റ് ഹോണ്ടയുടെ ആ സെയിം കാറ്റഗറിയിൽ പെടുന്ന ബിഗ് വിങ് നമുക്ക് പത്തനംതിട്ടയിലുണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് ഈ ഒരു വണ്ടി തന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ മോഡലുള്ള ഏത് ബിഗ് വിങ്ങിൽ പെടുന്ന ഏത് വണ്ടിയായാലും ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെ വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.